ഈ PW1 മൊഴി കൊണ്ട് തന്നെ അറിയാം ഇതൊരു ഗാങ് ടൈപ്പ് അല്ല എന്നും മറ്റുള്ള പ്രതികൾക്കൊന്നും ഒരു ബന്ധമില്ലെന്ന കാര്യം. ഈ പർട്ടിക്കുലർ സമയത്ത് A1 and A3 മാത്രം ആ വാഹനത്തിലുള്ളൂ, ബാക്കി ആരുമില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാവിലെ പറഞ്ഞു, ഞാൻ 5-6 പ്രതികൾക്ക് വേണ്ടി മറ്റു കാര്യങ്ങൾ പറയുന്നില്ല. 40 കൊല്ലമായിട്ട് ഞാൻ ഈ ക്രിമിനൽ കേസ് നടത്തുന്ന ഒരു 5-6-ാം പ്രതിക്കെതിരെ ഒരു തെളിവ് പോലും ബഹുമാനപ്പെട്ട കോടതിയിൽ പ്രോസിക്യൂഷൻ ആദ്യം സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ജോലി കഴിഞ്ഞ് വന്ന അദ്ദേഹം അവിടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയി എടപ്പള്ളിൽ നിന്ന് കയറി അദ്ദേഹം വീടിൻ്റെ അടുത്തായ പാലാരിപ്പുറത്ത് ഇറങ്ങിപ്പോയി. നോ അതർ ആക്ടിവിറ്റി. അദ്ദേഹത്തിന് അറസ്റ്റ് തന്നെ പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് CW 333 അത് അനൂപ് ഒരു സബ് ഇൻസ്പെക്ടർ, അദ്ദേഹത്തെ കോടതി വിസ്തരിച്ചിട്ട് പോലുമില്ല. ഈ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സാക്ഷി പോലും കോടതി വിസ്തരിച്ചിട്ടില്ല. അപ്പോൾ അറസ്റ്റ് പ്രൂവ് ചെയ്തിട്ടില്ല, ഇവർ കോൺസ്പിറസി പ്രൂവ് ചെയ്തിട്ടില്ല, ഇവർ പ്രഥമ യാതൊരു കേസ് ഇവർക്കെതിരെയില്ല. ഡയറക്റ്റ് എവിഡൻസ് ഇല്ല, ഇൻഡയറക്റ്റ് എവിഡൻസ് പോലും ഇല്ല. ഹൈക്കോടതി പരിഗണിക്കട്ടെ. നമുക്ക് ഒരു കോടതി, ട്രയൽ കോടതി ഒരു അന്തിമ കോടതിയല്ലല്ലോ. കൂട്ടബലാത്സംഗം ഒരിക്കലും നിൽക്കില്ല. 376D ഒരിക്കലും നിൽക്കില്ല ആർക്കെതിരെ. കാരണം അതിനകത്ത് പറയുന്നത് തന്നെ 1-2 പ്രതി, ഇത് ഒരാൾ മാത്രമേ, മറ്റുള്ളവരാരും ടച്ച് ചെയ്തിട്ടില്ല. ഈ പർട്ടിക്കുലർ സമയത്ത് A1 and A3 മാത്രം ആ വാഹനത്തിലുള്ളൂ, ബാക്കി ആരുമില്ല. A5 ഒരു കോൾ ഡ്രൈവറാണ്. അദ്ദേഹത്തെ അന്ന് വിളിച്ച് അയാൾ വാഹനം ഓടിച്ച് പകുതിയായപ്പോൾ അയാൾ ഇറങ്ങിപ്പോയി. ഞങ്ങൾ ജോലി കഴിഞ്ഞ് പോയി, വീണ്ടും വാഹനം ഓടിക്കൊണ്ടിരിക്കുക. ഇവർ കൊണ്ടുവന്ന CDR, ആ CDRൽ തന്നെ അറിയാം A1 വേറെ സ്ഥലത്താണ്, A5 വേറെ സ്ഥലത്താണ്. ഇപ്പം നോ ആക്സസ്. പിന്നെ ഇവർ എല്ലാവരും താമസിക്കുന്ന ഒരു സ്ഥലത്താണ്. 7 പേരെയാണ് അന്ന് അവിടെ രാത്രി പിടിച്ചുകൊണ്ട് പോയത്. ആ 7 പേരിൽ 2 പേരെ അവർ പ്രതികളാക്കി, 5 പേരെ അവർ സാക്ഷികളാക്കി. ആ 2 പേരാണ് 5ഉം 6ഉം പ്രതികൾ. ഇതിപ്പോൾ എന്താണ് ഇനി പ്രതിഭാഗത്തിന്റെ തീരുമാനം? അപ്പീൽ കൊടുക്കാം. അപ്പീൽ ഞങ്ങൾ തിങ്കളാഴ്ച കൊടുക്കും. ഇന്ന് ഹാർഡ് കോപ്പി ഇന്നിപ്പോൾ ഒരു മണിക്കൂറിൽ കിട്ടും. കിട്ടിയാൽ ഞങ്ങൾ അത് പഠിച്ച ശേഷം എന്തുകൊണ്ടാണ് ട്രയൽ കോടതി ഫൈൻഡ് ചെയ്ത് നോക്കണം. കോടതി ഞങ്ങൾ ബഹുമാനിക്കും. കോടതി ട്രയൽ കോടതിയാണ്. നമ്മളെപ്പോഴും കോടതിയും ജുഡീഷ്യൽ സിസ്റ്റത്തെ ഞങ്ങൾ ബഹുമാനിക്കും. അപ്പീൽ കോടതിയിൽ പറയും, അവിടുന്ന് നീതി ലഭിക്കും. ഈ എവിഡൻസ് എല്ലാം അവിടെ ഇവാലുവേറ്റ് ചെയ്യും. PP വാദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ 2 മുതൽ 6 വരെയുള്ള പ്രതികൾ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ 1-ാം പ്രതിയുടെ ബലാത്സംഗം ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നാണ്. സഹായിച്ചു എന്നുള്ളത് തെളിവില്ല. അത് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചാൽ പോലും അതിന് വേണ്ട തെളിവുകൾ ഹാജരാക്കുന്നുണ്ട്. ഡോക്യുമെന്റ്സ് ആയിട്ടോ ഓറലായിട്ടോ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. PW1 മൊഴി മാത്രമേ അതിന് ഗോപാലകൃഷ്ണ ഉള്ളൂ. അതൊന്നും കൺക്ലൂസീവ് അല്ല. ഈ PW1 മൊഴി കൊണ്ട് തന്നെ അറിയാം ഇതൊരു ഗാങ് ടൈപ്പ് അല്ല എന്നും മറ്റുള്ള പ്രതികൾക്കൊന്നും ഒരു ബന്ധമില്ലെന്ന്.